പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കുംഭമേള വൈറൽ താരം വീണ്ടും പോലീസിന് മുന്നിൽ. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പെൺകുട്ടി എത്തിയത്. പെൺകുട്ടിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സെൻട്രൽ പോലീസ് ഇവർക്ക് ഏർപ്പെടുത്തിയ സുരക്ഷ പിൻവലിച്ചിരുന്നു. തന്റെ പാസ്പോർട്ടും പണവുമടക്കം പിതാവും സംഘവും അപഹരിച്ചെന്നും പെൺകുട്ടിയുടെ പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങൾ നൽകും. ഷീന, വീണ്ടും കുട്ടിയെ എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്? കുട്ടിയെ കാണാനില്ല എന്ന് കാട്ടി പരാതി നൽകിയിരുന്നു കുടുംബം. കുട്ടി എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയാമോ? ഈ എറണാകുളത്ത് തന്നെയാണ് തങ്ങൾ താമസിക്കുന്നത്. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ രണ്ടാമതും പോലീസിന് ഒരു പരാതി നൽകാനായി ഇപ്പോൾ കുംഭമേള വൈറൽ താരം എത്തിയിട്ടുള്ളത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകാൻ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ തന്നെ കോടതി പറഞ്ഞിരുന്നു, ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു, ഇത്തരത്തിൽ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെയും ഭർത്താവിനെയും തങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാനാവില്ല എന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് കോടതിക്ക് നൽകിയിരുന്നത്. അതിനെ തുടർന്ന് കോടതി ഇത്തരത്തിൽ ഉത്തരവുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും രണ്ടാമതും ഒരു അന്വേഷണം വേണം അല്ലെങ്കിൽ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും പെൺകുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇപ്പോൾ രണ്ടാമതും പോലീസിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി കുംഭമേള വൈറൽ താരം എത്തിയിട്ടുള്ളത്. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, തങ്ങളുടെ സ്വദേശത്ത് നിന്ന് തൻ്റെ പിതാവും ബന്ധുക്കളും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്നു, തൻ്റെ ജീവന് ഭീഷണിയുള്ളതായതുകൊണ്ട് തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പരാതി എന്നുള്ളത് തൻ്റെ പണവും പാസ്പോർട്ടും അടക്കം എല്ലാ രേഖകളും അപഹരിച്ചെടുക്കാൻ പിതാവ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ച് അതിനുള്ള നടപടികളും ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമതും പോലീസിൽ പരാതി നൽകാനായിട്ട് കുംഭമേള വൈറൽ താരം എത്തിയിട്ടുള്ളത്. അരമണിക്കൂറോളമായി പോലീസ് സ്റ്റേഷനിലുണ്ട് പെൺകുട്ടി. ഇപ്പോൾ നിലവിൽ പോലീസിനകത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ്.